ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സംഭവം ഉള്ളതാണ്. അപ്പം ഈ ബിഗ് ബാങ്, അതേപോലെ സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ മറ്റ് ഈ ഗ്രഹത്തിൽ തന്നെ നമ്മൾ താമസിക്കുന്നവർ കുറച്ച് ഡൗട്ട് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഏത്, അപ്പം അത് ആരാ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ സൃഷ്ടാവിനെ സൃഷ്ടിച്ചത് ആരാ എന്ന് ചോദിച്ചാൽ ആരുത്തരം പറയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതാണ്. അതിലൊരു 80,000 അല്ലെ 5,000 80,000 വർഷം ആയിട്ടേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറഞ്ഞ സംഭവം കുരങ്ങിൽ നിന്ന് പരിഗമിച്ച് നേരെ മനുഷ്യനിലോട്ട് വന്നതല്ല, മറിച്ച് ചെറിയ ബാക്ടീരിയയിൽ നിന്ന് ലക്ഷക്കണക്കിന് വർഷം എടുത്ത് കുരങ്ങായി. ആ കുരങ്ങിൽ നിന്ന് പരിഗമിച്ചാണ് ഈ കാണുന്ന മനുഷ്യരായത്. ഇനി ഒരു 10-50,000 ലക്ഷമൊക്കെ ഭൂമിക്ക് യാതൊരു വിധ കേടുപാടുകളും സംഭവിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിലായിരിക്കത്തില്ല മനുഷ്യൻ്റെ രീതിയിൽ, അതായത് രൂപത്തിലെല്ലാം വ്യത്യാസം ഉണ്ടാകും. മനസ്സിലായോ? അപ്പം ബിഗ് ബാങ് എന്ന് പറഞ്ഞ സംഭവം ഈ കുറച്ച് ആൾക്കാർ ചോദിക്കുന്നത് ബിഗ് ബാങ് ഉണ്ടായി അല്ലേ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം എല്ലാം പറയാൻ പറ്റില്ല എന്ന് ചോദിക്കും. സത്യമാണ്, സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഉത്തരം പറയാൻ പറ്റില്ല. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് ഇങ്ങനെ കുറച്ച് നാളായിട്ട് എങ്ങനെ പറയാ, അതായത് ഈ ഇത് സംഭവം ഇങ്ങനെ കുറച്ച് സംശയം കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് 5,000 വർഷം അല്ലെ 20,000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ മനുഷ്യരായ സ്ഥിതിക്ക്, ഒറ്റവാക്കി പറയുകയാണെങ്കിൽ മനുഷ്യരായ സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മുടെ കുറച്ച് സയൻറ്റിസ്റ്റ് പരമായിട്ടുള്ള ആളുകൾ സയൻസ് പഠിച്ച് കുറേ ഒരു 10-500 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സെർച്ച് ചെയ്ത് ആ ഒരു ചെറിയ വിവരം നമ്മൾ തലേ വന്നപ്പോൾ തൊട്ടാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ആലോചിക്കുന്നതും. അപ്പം നമുക്ക് ഉത്തരം കിട്ടാനും മറ്റൊരാളോട് ചോദ്യം മുട്ടിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ സയൻസിനെ വിശ്വസിക്കാത്തവർ ചോദിക്കുന്ന ഏക ഇതാണ് ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി, ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു എന്നത്. ഇതില്ലാരാന്ന് പറഞ്ഞാൽ കോഴിയാണോ ആദ്യമേ ഉണ്ടായ, മുട്ടയാണോ ആദ്യമേ ഉണ്ടായെന്ന് പറഞ്ഞാൽ സംഭവം മനസ്സിലായോ?